വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് അത് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി വരുന്നു എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്ത് വിവരങ്ങൾ തേടുകയാണ് നമ്മുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. NCB കൊച്ചി യൂണിറ്റിലാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ജർമ്മനി, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഡാർക്ക് വെബ് വഴിയാണ് ലഹരി എത്തുന്നത്. സഹിൻ ആന്റണിയുണ്ട് വിവരങ്ങളുമായി. സഹിൻ, ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനും തുടക്കമായിരിക്കുന്നു അല്ലേ? സേതു, ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഡാർക്ക് വെബ് വഴി വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ലഹരി മരുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഹൈബ്രിഡ് കഞ്ചാവ്, കൂടാതെ MDMA, കൊക്കൈൻ അടക്കമുള്ള മുന്തിയ ലഹരി മരുന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇവർ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസുകളുണ്ട്, അവിടേക്ക് പാഴ്സൽ വഴിയാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് എത്തുന്നത്. ഇതിനെക്കുറിച്ച് കസ്റ്റംസിന്റെ പ്രിവെന്റീവ് എക്സൈസ് വിഭാഗം പരിശോധന നടത്തിയിരുന്നു. കൂടാതെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസും പരിശോധന നടത്തുകയും ഒപ്പം തന്നെ 11 കേസുകൾ കഴിഞ്ഞ 2 മാസത്തിനിടെ പിടികൂടുകയും ചെയ്തു. എന്തായാലും ഇതിനൊരു തടയിടേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊളംബിയ, ജർമ്മനി, നെതർലാൻഡ്, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് എത്തുന്നത്. വലിയ വില അവിടെ കൊടുക്കേണ്ടി വരില്ല, പക്ഷെ നമ്മുടെ നാട്ടിലെത്തിച്ച് മുന്തിയ വിലയ്ക്ക് ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്താൻ കഴിയുമെന്ന് യുവാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യം യുവാക്കൾ കാര്യമായി തന്നെ മുതലെടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 11 കേസുകൾ കഴിഞ്ഞ് 2 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നതും. കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസുകൾ. പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്ത് അത് നമ്മുടെ നാട്ടിൽ വീണ്ടും വ്യാപകമാകുകയാണ്. ഈ പറയുന്ന പോലെ ആദ്യം ഒരു ഓൺലൈനിൽ ഒരു സൈറ്റ് ഉണ്ടാക്കുക, ഈ സൈറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇവർക്ക് പണം അയക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക, അതിനുശേഷം ഇങ്ങനെ ഈ ലഹരി അയച്ചു കൊടുക്കുന്ന സംഭവമാണ്. ഇത്രയും വേഗം ഈ വലകൾക്കൊക്കെ പിടിവീഴട്ടെ.